ഹലോ, അപ്പം നമ്മുടെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. 15ാമത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു കൂടുതൽ നമ്മൾ ആഘോഷിക്കേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ ഒരാഴ്ച മുന്നേ തന്നെ ഞങ്ങൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വാങ്ങി വെച്ച് കേട്ടോ. മക്ക മാർക്കറ്റിലായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. റെഡ് കളറിൽ ബർഗുണ്ടി കളറിൽ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ അതിന് ചേരുന്ന ബലൂൺസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മക്ക മാർക്കറ്റിൽ വന്നിട്ട് വാങ്ങിക്കുകയുണ്ടായി. ഒരെണ്ണം മതി കറക്റ്റ് ആക്കത്തില്ലേ. എന്തായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പ്ലാനിൽ വന്നിരിക്കുകയാണ്. ഫോട്ടോഷൂട്ട് നടത്താനുള്ള മെറ്റീരിയൽ ഇതേ പുറകിലുണ്ട്. അപ്പോൾ ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് മസാർ സ്കേറ്റ് പാർക്കിലാണ് കേട്ടോ. മസാർ സ്കേറ്റ് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഗ്രീനറി പ്ലേസ് ആണ്. അവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാം. കണ്ടോ, എന്തോ കോൺഫിഡൻസ് കൂടിയത് കൊണ്ടോ മറ്റോ ഞാൻ തന്നെ ഫോട്ടോ എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഷാർജ മസാർ സ്കേറ്റ് പാർക്കിങ്ങിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ വന്നപ്പം നല്ല ക്ലൈമറ്റും കാടൊക്കെ പോലെ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് അവർ സൈക്കിൾ ട്രാക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഉള്ള ആ ഒരു ഡിസ്റ്റർബൻസ്, അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഡിസ്റ്റർബൻസ് അല്ലാതെ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ എൻ്റെ കൂടെ തന്നെ പാർക്കുണ്ട്. പിന്നെ കുറച്ച് നേരം കുട്ടികൾ പാർക്കിലൊക്കെ കളിച്ചു. അപ്പം നമ്മൾ നേരത്തെ തന്നെ ഫോട്ടോ എടുത്തു വെക്കാനുള്ള കാരണം ബർത്ത്ഡേ ചൊവ്വാഴ്ച ആയതുകൊണ്ടാണ്. അപ്പം ഞായറാഴ്ച തന്നെ ഫോട്ടോ എടുത്തു വെച്ചു. പിന്നെ അവൾക്കൊരു മോതിരം വാങ്ങിക്കൊടുത്തു ഗിഫ്റ്റായിട്ട്. ബർത്ത്ഡേയുടെ കേക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിനായിരുന്നു ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടീച്ചറിൻ്റെ വീട്ടിൽ പോയി ഞാൻ കളക്ട് ചെയ്യുന്നത്. കാരണം ടീച്ചർ ദുബായിലാണുള്ളത്. ടീച്ചർ ഇത് ബസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്നാമത് വൈകുന്നേരം ആകുമ്പോഴത്തേനും മെൽറ്റാവും. പിന്നെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് പോയി വാങ്ങിക്കാമെന്ന് ചോദിച്ചു. അപ്പം സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് പോയിട്ട് കേക്ക് വാങ്ങിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ടീച്ചർ ഈ ബാക്കിയുള്ള ഡെക്കറേഷൻസൊക്കെ ടീച്ചർ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 15th ബർത്ത്ഡേക്ക് നമ്മൾ ഓൾറെഡി ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് നമ്മൾ ഓൾറെഡി ഷീനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. സെയിം കളർ ഡ്രസ്സിന് ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം കേക്ക് വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വരികയാണ്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യണം. പിന്നെ ഒരു 8:30 കഴിഞ്ഞിട്ട് വേണം നമുക്ക് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. കിങ്ങിണിയുടെ ഫേവറേറ്റ് ഫുഡെല്ലാം ഇന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് അവൾക്ക് പിന്നെ ദോശ വേണമെന്ന് പറഞ്ഞാൽ അത് തമിഴ്നാട് റെസ്റ്റോറൻറ്റിലെ ദോശ. അപ്പം അങ്ങനെ ആ ദോശ കൊടുത്തു. ഉച്ചയ്ക്ക് ബിരിയാണി വേണമെന്നുണ്ട്, ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങളങ്ങനെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേയുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഷബജി ടീച്ചർ ഉണ്ടാക്കിയ കേക്കാണ്. ബാക്കി കേക്ക് മുറിക്കുമ്പോഴാണ് പ്രകൃതിയായിട്ട് ബലൂണൊക്കെ ഇവിടെയൊക്കെ ഒരുമാതിരി എടുക്കുകയാണ്. ബർത്ത്ഡേ കേൾ നിൽക്കുന്നുണ്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ബലൂണൊക്കെ ഊതി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി പറ്റി. നമ്മൾ നേരത്തെ ഡെക്കറേറ്റ് ചെയ്യാൻ വാങ്ങിച്ച സാധനത്തിൽ ഒരെണ്ണം കൊണ്ട് തികയത്തില്ല. നമ്മുടെ ഡെക്കറേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേകളിലെ കൊണ്ട് ബർത്ത്ഡേകളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം പോയി ഒരുങ്ങാനായിട്ട്. അങ്ങനെ പണി പാളിരിക്കുകയാണ്. ഞാൻ അന്നേരം ഇപ്പം 2 എണ്ണം എടുക്കാൻ പറഞ്ഞതാ. ഇതാ നോക്ക്. ഇനിയിപ്പോൾ ഈ ഒരെണ്ണത്തിന് എന്ത് ചെയ്യും? ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്നാ വാ, എവിടെയെങ്കിലും പോയി വാങ്ങിക്കാൻ നോക്കാം. ഇപ്പം സമയം എത്രയെന്ന് അറിയാം, 6 മണിയായി. അപ്പം നോക്കാം. അങ്ങനെ പണി പാളിയിട്ടുണ്ട്. നമ്മളെന്തായാലും വെളിയിലൊന്ന് പോയി നോക്കട്ടെ. ആദ്യമേ തന്നെ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം കൊണ്ട് തികയുമെന്ന്. അപ്പോൾ അവൾ തന്നെയാണ് പറഞ്ഞു ഒരെണ്ണം മതിയെന്ന്. അവസാനം ആ ഒരെണ്ണം തികയാതെ 2 എണ്ണം വാങ്ങിക്കേണ്ടി വന്നു. ആ സെയിം കളർ നോക്കി പല ഷോപ്പിലും നടന്നു. പിന്നെ കിട്ടി. കുഴപ്പമില്ല. സെയിം ഓൾമോസ്റ്റ് ഒരു കളർ വന്നില്ലേ, സെയിം പോലൊക്കെ കളർ വന്നില്ലേ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പെട്ടെന്നോട്ടെ. ബലൂൺ ഊതാൻ ഇവിടെ ആള് കൂടിയിട്ടുണ്ട്. ബലൂൺ ഊതൽ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരാൾ, ഞാൻ ഊതിയതാണ് ഈ തറയിൽ കിടക്കുന്നത് ഫുള്ള്. അങ്ങനെ ഒരുമാതിരി ഡെക്കറേഷൻസ് ഒക്കെ ഓവറായിട്ടിരിക്കുകയാണ്. ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ട്. നമ്മുടെ ബർത്ത്ഡേ ഗേൾ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. Happy birthday to you. Happy birthday, happy birthday, happy birthday to you.
നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഗിഫ്റ്റ് എന്താണെന്ന് നോക്കിക്കേ. ഇതാണ് നമ്മൾ ജോയാലുക്കാസിൽ നിന്ന് വാങ്ങിച്ച മോതിരമാണ്. ഇട്ട് കൊടുത്തോ. അപ്പം പപ്പടുവിന് വിഷമം വരണ്ടെന്നാണ് പപ്പടുവിന് മറ്റേത് കൊടുത്തോ. അവിടെ വന്നിക്കേ. നമ്മളെന്തോ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 പേർക്കും വാങ്ങിക്കും. പപ്പടുവിന് വിഷമം വേണ്ടെന്ന് പറഞ്ഞിട്ട് പപ്പടുവിനും കൂടെ മോതിരം വാങ്ങിച്ചിട്ടുണ്ട്. പപ്പടുവിന് മോതിരം ഭയങ്കര കൊതിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. പപ്പടുവിന് മോതിരം കിട്ടി. രണ്ടുപേരുടെ മോതിരം കാണിച്ച്. ബർത്ത്ഡേക്കാരിക്ക് സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അത് തുറന്ന് കാണിച്ചേ. ചെറിയൊരു നെക്ലസ്, ചെറിയൊരു. വേണമെങ്കിൽ എനിക്ക് ഇടാവുന്നതേ ഉള്ളൂ അല്ലേ? ഉദ്ദേശം അതാണ്. വേണമെങ്കിൽ എനിക്ക് ഉദ്ദേശം അതാണ്. മോക്ക് മേടിച്ച് കൊടുത്തിട്ട് പിന്നെ അമ്മയ്ക്കും കൂടി ഇടാവല്ലോ. പിന്നെ ഈ ചെറുതും ഇടയ്ക്ക് എടുത്തിടും കേട്ടോ. അവളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇട്ട് കൊടുക്ക. നല്ല സൂപ്പർ ക്യൂട്ട് ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇത് ഉദ്ദേശം വേറെയാണ്. പക്ഷെ വേണ്ട, ഇത് കണ്ടോ, ഇത് 10 പവനാണ്. ഡേറ്റ് ടുഡേയിലെ 10 പവനാണ്. നീ ആ നെക്ലേസ് കൊടുത്തില്ലെങ്കിൽ എന്താ, ഇത് കണ്ടോ, വെടിക്കെട്ട് നെക്ലേസ് കണ്ടോ. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ, നമ്മൾ 4 ആൾക്കാരും ഷീനി എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇവളുടെ ഫോട്ടോ കണ്ടിട്ട് കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് തയ്പ്പിച്ചല്ല കേട്ടോ. അവൾ ആദ്യം സെലക്ട് ചെയ്തു, ആ കളറിനെ നോക്കിയാണ് ഞങ്ങളെല്ലാം സെലക്ട് ചെയ്തത്. പക്ഷെ കളറെല്ലാം പലതായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. എൻ്റെ ഈ റെഡ് കളറാണ്. എൻ്റെ ഇത് പാവാടയും ബ്ലൗസാണ് കേട്ടോ. കണ്ടാൽ ഫ്രോക്കായിട്ട് തോന്നുന്നു, പാവാടയും ബ്ലൗസാണ്. അവിടെ നല്ല ഫ്രോക്കാണ്. ഇവളുടേതും ഫ്രോക്ക്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡിന്നറിന് കിങ്ങിണിയുടെ ഫേവറേറ്റ് KFC ഓർഡർ ചെയ്ത് കൊടുത്തു. അപ്പം ഇന്നത്തെ ഫുഡ് മൊത്തം അവളുടെ ഫേവറേറ്റ് ഫുഡുകളായിരുന്നു. രാവിലെ മസാല ദോശ, ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി, രാത്രിയില്ല അതുകൂടാതെ KFC. അങ്ങനെ KFC ഒക്കെ കഴിച്ച് നമ്മുടെ ബർത്ത്ഡേയുടെ ആഘോഷം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് മാത്രമുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും ഡ്യൂട്ടിയും അതേപോലെ തന്നെ എക്സാമും ഒക്കെ ഉള്ള ദിവസം ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രം വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ നല്ല സൂപ്പറായിട്ട് പ്ലാനിങ്ങോട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. ബൈ ബൈ.